ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ ശാലിനി സത്യഭാമയുടെ വീട്ടിലേക്ക് വന്നിരിക്കുക. രാഘവൻ നായരെ ഇരിക്കും മോളെ. അപ്പോ ശാലിനി അവിടെ ഇരിക്കും. രാഘവേട്ടൻ പറയും, ശരിക്കും പെട്ടിരിക്കുക മോളെ, ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായി. കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതല കൈവിട്ട് പോകുന്ന ഓർക്കുമ്പോ വല്ലാത്തൊരു പെടച്ചിലാണേ നെഞ്ചിനകത്തെ. മോളെ, എന്തെങ്കിലും ഒരു വഴി ഇതൊന്നും നീട്ടിക്കിട്ടാനോ സാവകാശത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗം മോളെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുമോ? ശാലിനി തല താഴ്ത്തിക്കൊണ്ട് പറയും, അത് പിന്നെ അച്ഛാ. രാഘവേട്ടൻ പറയും, ഇല്ല അല്ലേ, എനിക്കറിയാം വല്ലാത്തൊരു ഊഴക്കുടുക്കിലാണ് എന്നെ എന്റെ അനിയൻ പെടുത്തിയത്. ഈ അകന്നു നിൽക്കുന്നവരെ അടുക്കുമ്പോ സൂക്ഷിക്കണമെന്ന് പഴമക്കാര് പറയും. ഞാൻ അതിവിടെ പലവട്ടം സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോ കിട്ടാൻ പോകുന്ന കോടികൾക്ക് മുന്നിലെ എന്റെ വാക്കിനൊന്നും ഒരു വിലയും തന്നില്ല. ഞാനാരാ? ഇരുത്തം വന്നുപോയ ഗൃഹനാഥന്മാർക്ക് എന്നുള്ളത് പുച്ഛവും അവജ്ഞയും മാത്രമാണ്. അത് ഞങ്ങളെപ്പോലുള്ളവരുടെ ശാപ. ഞാൻ പറഞ്ഞൊന്നും ആരും കേട്ടില്ല, മറ്റുള്ളവർ പറഞ്ഞതാണെങ്കിൽ കേൾക്കുകയും ചെയ്തു. ഇപ്പോ ഞാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ നഷ്ടപ്പെടാനും പോവാ. ശാലിനി പറയും, അച്ഛാ, നമ്മളിപ്പോ ഒരു സാവകാശം വാങ്ങിച്ചാൽ തന്നെ 3-4 തവണ, അതിൽ കൂടുതലൊന്നും കിട്ടില്ല അച്ഛാ. ഇതിപ്പോ 15 കോടി എന്നൊക്കെ പറയുമ്പോ പെട്ടെന്ന് ഒപ്പിച്ചെടുക്കാൻ പറ്റുന്ന തുകയോ അല്ലല്ലോ. ഇത് കേട്ട് ബാമ വരും. രാഘവേട്ടാ എന്ന് അലറി വിളിച്ചുകൊണ്ട്, ഇവളെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ശാലിനി വേഗം എഴുന്നേൽക്കും. അതും ചോദിച്ചുകൊണ്ടാണ് ബാമ അങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. ആര് പറഞ്ഞിട്ടാ ഇവളെ ഇവിടെ വിളിച്ചു കയറ്റിയിരുത്തിയത്? അപ്പൊ രാഘവേട്ടൻ പറയും, ഞാൻ പറഞ്ഞിട്ടാ മോള് വന്നത്. ബാമയ്ക്ക് മോളോ? ആരുടെ മോള്? നിങ്ങക്ക് നാണമില്ല മനുഷ്യ? ഒരു ബന്ധവും ഇല്ലാതെ വല്ലവന്റെയും കൊച്ചിനെയും കൊണ്ട് നടക്കുന്ന ഇവിടെ വിളിച്ച് വീട്ടിൽ കയറ്റാൻ? രാഘവേട്ടൻ പറയും, ഭാമേ നോക്ക്, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഓ എന്ന് പറഞ്ഞ് ഭാമ മുഖം തിരിക്കും. രാഘവേട്ടൻ പറയും, ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയില് ആരാ എപ്പോഴാ എങ്ങനെയാ സഹായമായിട്ട് വരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഭാമ പറയും, ഹോ, നിങ്ങൾക്ക് ഇവളുടെ സഹായം കിട്ടാഞ്ഞിട്ടാണല്ലേ? ശാലിനിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, എങ്കിൽ കേട്ടോ, ഈ വീട് ഒഴിഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാലും കടത്തിണ്ണയിൽ കിടക്കേണ്ടി വന്നാലും ഇവളുടെ ഒരു സഹായവും ഈ സത്യഭാമയ്ക്ക് വേണ്ട. ഇനി അതെല്ലാം വാങ്ങിച്ചേ പറ്റൂന്നൊരവസ്ഥ വന്നാൽ ആ നിമിഷം വല്ല വിഷവും വാങ്ങിച്ച് ഞാനങ്ങ് കഴിച്ചു മരിക്കും. എന്നാലും ഇവളുടെ മുന്നിൽ ഞാൻ കൈനീട്ടില്ല. അതുകൊണ്ട് ഞാൻ അടിച്ചിറക്കുന്നതിന് മുമ്പ് ഇവളോട് ഇറങ്ങി പോകാൻ പറ. രാഘവേട്ടൻ പറയും, ബാമേ, ശ്യാമ പപ്പിയെ വിളിക്കാൻ സ്കൂളിൽ ചെന്നിട്ടില്ല, അതുകൊണ്ട് പപ്പിയെ കൂട്ടി വന്നതാ ശാലിനി. എനിക്ക് ഇവളോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയാൻ പറ്റില്ല, കാരണം ഇവളിപ്പോഴും എന്റെ മോന്റെ ഭാര്യ. ബാമ പറയും, ഓഹോ, അപ്പൊ അധികാരം സ്ഥാപിക്കാൻ വന്നിരിക്കുകയാണല്ലേ, അവകാശം വാങ്ങിക്കാൻ. എല്ലാ അവകാശം കൂടെ ഇപ്പൊ സർക്കാരിലേക്ക് കൊടുക്കാൻ പോവാ. വന്നു കയറുന്ന പെൺകുട്ടികളുടെ ഭാഗ്യ ഭർത്താവിന്റെ വീട്ടിൽ ഐശ്വര്യം. പക്ഷേ ഇവിടെ വന്നു കയറി രണ്ടും മുടിക്കാനായിട്ട് ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ വന്നു കയറിപ്പോയല്ലോ. അവിടെ നിന്ന് എന്ന് ബന്ധം കൂടിയോ അന്ന് മുതൽ തുടങ്ങിയതാ ഈ വീടിന്റെ നാശം. ഇതിന്റെ അസ്ഥിവാരം അമ്മയും മക്കളും കൂടെ അങ്ങ് ഇളക്കി. ബാമ ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് രാഘവേട്ടന് ദേഷ്യം വരുന്നുണ്ട്. ഇനി ഇത് കീഴ്മേൽ മറക്കുന്നൊരു ചടങ്ങൂടെ ഉള്ളൂ. ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് അതും കൂടെ നാക്കി തന്നു ഞങ്ങളെ രണ്ടാളെയും കൂടെ അതിലിട്ടൊന്ന് മൂടാവോ? ശാലിനി, സത്യമേ അതിന് ഞാൻ. അപ്പോഴേക്ക് ബാമ പറയും, വിളിക്കരുത് നീ എന്നെ അങ്ങനെ. രാഘവേട്ടൻ പറയും, ബാമേ, നീ പറയുന്നത് കേട്ടാ തോന്നല്ലോ ഉപേന്ദ്രന്റെ കൂടെ ബിസിനസ് ചെയ്ത് കോടികൾ ഉണ്ടാക്കാനുള്ള ബുദ്ധി പറഞ്ഞു തന്നത് ശാരദാമ്മയും മക്കളുമാണെന്ന്. ശാലിനി അപ്പൊ അച്ഛാ വേണ്ടെന്ന് പറയുന്നുണ്ട്. രാഘവേട്ടൻ പറയും, പക്ഷെ ഇത് നമുക്ക് പറ്റിയൊരു അബദ്ധ. അത് മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കില്ലേ ബാമേ? ഇതേ നമ്മളായിട്ടുണ്ടാക്കിയ കട. അതിൽ വന്നു കയറിയ മരുമക്കൾക്ക് ഒരു പങ്കുമില്ല. ബാമയ്ക്കും ഇവളുടെ ബലത്തിലാണോ രാഘവേട്ടൻ എന്നോട് തർക്കിക്കുന്നത്? രാഘവേട്ടൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. നിന്റെ എന്ന് പറഞ്ഞങ്ങ് തുടങ്ങും. ബാമാറി, ദേ എനിക്ക് ഒരാളെയും പേടിയില്ല, ഇപ്പോഴും എന്റെ കാൽച്ചുവട്ടിലെ മണ്ണേ ഒലിച്ചു പോയിട്ടുമില്ല. അപ്പോഴായിരിക്കും അങ്ങോട്ട് വിഷ്ണു വരുന്നത്. ശാലിനിയുടെ വണ്ടി കാണുമ്പോ, എന്താ രാമേട്ട പ്രത്യേകിച്ച്? രാമേട്ടൻ പറയും, അറിയില്ല, മാഡം പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. കേൾക്കുമ്പോ ഒരു ടെൻഷനോട് കൂടി ആ വിഷ്ണു അത്തേക്ക് പോകുന്നത്. അവിടെ ആണെങ്കിൽ ബാമ ശാലിനിയോട് ദേഷ്യപ്പെടുകയാണ്. ഇറങ്ങടി, ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു നാണോ മാനോ ഇല്ലാതെ ഇവിടെ അള്ളി പിടിച്ചു നിൽക്കാൻ നിനക്ക് എങ്ങനെ തോന്നടി? അപ്പോഴായിരിക്കും വിഷ്ണു അങ്ങോട്ട് വരുന്നത്. ബാമ പറയും, ഡി, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാനാ പറഞ്ഞത്. ഇത് കേൾക്കുന്ന വിഷ്ണു, അമ്മേ എന്താ അമ്മ ഇത് എന്ന് വെച്ച് അങ്ങോട്ട് വരും. ഒരല്പം മര്യാദയിൽ പെരുമാറാൻ പറ്റില്ല അമ്മയ്ക്ക്? ബാമയ്ക്കും ഇവളോടൊക്കെയാണോ ഞാൻ മര്യാദ കാണിക്കേണ്ടത്? ഇവളുടെ പൊന്നനുജത്തിയെ നീ വിളിച്ചോണ്ട് പോയതുകൊണ്ടല്ലേ ഇവൾ ഇവിടെ കയറി വരാൻ കാരണം? അവൾ പോയി പപ്പിയെ വിളിച്ചിരുന്നെങ്കിൽ ഇവൾ ഈ കുടുംബത്തിലേക്ക് പപ്പിയാക്കാനെന്ന് പറഞ്ഞു വന്ന് കേറുമായിരുന്നോ? വിഷ്ണുവിക്കും, അപ്പോ ശ്യാമ വന്നില്ലേ ഇവിടെ ഇതുവരെ? ശാലിനിയെ ഞെട്ടിലൂടെ നോക്കാണ്. ബാമറിണ്ടാ, അവള് വന്നിരുന്നെങ്കിലേ അവള് പോയി പപ്പിയെ വിളിക്കില്ലായിരുന്നോ? ശ്യാമ അപ്പോ എന്നൊക്കെ പറഞ്ഞ് ഞെട്ടി നിൽക്ക വിഷ്ണു. ശാലിനിക്കോ, ശ്യാമ വിഷ്ണുവിന്റെ കൂടെ ഇല്ലേ? വിഷ്ണുവിന്റെ നൃത്തം കാണുമ്പോ തന്നെ കൂടെ ഇല്ലെന്ന് മനസ്സിലാകും. ബാമറിഹോ, അപ്പൊ അവള് അവളുടെ പാട്ടിന് പോയല്ലേ, ഇനി ഇവിടെ നിന്നാൽ പുറംപോക്കിൽ കിടക്കേണ്ടി വരുന്നോർത്ത് അവൾ അവളുടെ തന്നിഷ്ടത്തിന് പോയതായിരിക്കും. വിഷ്ണുവിന് അങ്ങ് ദേഷ്യം വരും. അമ്മ ഒന്നും മിണ്ടാതിരുന്നേ. രോഹിത്തിനെ കാണാൻ പോയി വരുന്ന വഴിക്ക് ശ്യാമ വഴിയിൽ വെച്ച് ഇറങ്ങി. എന്നിട്ട് ഇങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു. പോയെങ്കിൽ നന്നായി എന്നുള്ള ഭാവത്തിലാ ബാമ നിൽക്കുന്നത്. വിഷ്ണു പറയും, അതനുസരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അവൾക്കിപ്പോ, അല്ല ശാലിനി, അവള് വീട്ടിൽ വന്നില്ല എന്നുള്ളത് ഉറപ്പാണോ? ശാലിനി പറയും, അവള് വീട്ടിൽ വന്നിരുന്നെങ്കിലേ പപ്പിയെ കൂട്ടി ഞാൻ വരില്ലായിരുന്നല്ലോ. ശ്യാമ ഇത് എവിടെ പോയി എന്ന് പറഞ്ഞ ടെൻഷനിലാ വിഷ്ണു നിൽക്കുന്നത്. ശ്യാമയെ കാണാത്തതിലെ ശാലിനിക്കും രാഘവേട്ടനൊക്കെ ടെൻഷനുണ്ട്. ശ്യാമയാണെങ്കിൽ ഈ സമയം ഭഗവാനോട് മരിക്കാനായി അനുവാദം ചോദിച്ചിട്ട് പോവാണല്ലോ. ശാലിനിക്കും, വിഷ്ണുട്ടാ, രോഹിത്തിനെ കാണാൻ പോയിട്ട് എന്താ സംഭവിച്ചത്? അത് അവൻ
വരില്ലെന്ന് പറഞ്ഞ അവളെ സങ്കടപ്പെടുത്തിയിരുന്നു. പിന്നെ ചന്ദ്രബോസ് എന്തൊക്കെയോ പറഞ്ഞു. ശാലിനിക്ക് അങ്ങ് പേടിയാവും. ഈശ്വര അവളെ വിഷ്ണുട്ടാ ഞാൻ അവളെ ഒന്ന് തിരക്കട്ടെ. വിഷ്ണു അറി ഞാനും വരാം. ഞാൻ എന്തായാലും അവൾ ഇറങ്ങിയെടുത്ത് തന്നെ ആദ്യം നോക്കാം. ആ ശരി അച്ഛാ എന്ന് പറഞ്ഞ് ശാലിനി ഇറങ്ങിറങ്ങും. അതിന്റെ പിന്നാലെ വിഷ്ണു ഇറങ്ങാൻ നോക്കുമ്പോ ബാമ വിഷ്ണു പോയവളൊക്കെ പോട്ടേടാ, അവളെ നമ്മൾ ഇറക്കി വിട്ടതൊന്നും അല്ലല്ലോ. വിഷ്ണു അറിയും എന്റെ അമ്മേ ഈ സമയത്ത് അല്പം മനസാക്ഷി കാണിക്ക്. ഛേ കഷ്ടം ഡാ എന്ന് വിളിക്കുമ്പോഴേക്കും വിഷ്ണു പോകും. ഡാ വിഷ്ണു എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും വിഷ്ണു അതൊന്നും കേൾക്കാതെ പോകും. അങ്ങനെ ശാലിനിയും വിഷ്ണു രണ്ട് വണ്ടികളിലായിട്ട് ശ്യാമയെ തിരക്കാനായിട്ട് പോവാണ്. ഭാമയാണെങ്കില് ഓരോന്ന് പുറത്തോണ്ട് നിൽക്കാണ്. ഒരുമ്പെട്ട് ഓരോന്ന് ഇറങ്ങിപ്പോകും. അന്വേഷിക്കാൻ വേറെ കുറെ ടീമും. ഇതൊക്കെ എവിടെ കിടന്ന് അവസാനിക്കുന്ന? രാഘവേട്ടൻ പറയും എല്ലാം അവസാനിക്കാൻ പോവല്ലേ ഭാമ, ഇനി നീ ആയിട്ടൊന്നും ചെയ്യണ്ട. ഭാമ അറിയോ എന്ന് പറഞ്ഞ് മുഖം തിരിക്കുമ്പോ രാഘവേട്ടൻ കളിയാക്കിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകും. ഇപ്പോഴും ഭാമയുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ശേഷം പിന്നീട് കാണിക്കുന്നത് ശാലിനിയും വിഷ്ണുവും കൂടെ ശ്യാമയെ ഇങ്ങനെ തെരഞ്ഞു നടക്കുന്നതാണ്. എവിടെയും കാണുന്നില്ല. അവിടെ ആക്കിയെടുത്തും വിഷ്ണുവിന് ശ്യാമയെ കണ്ടെത്താനായിട്ടില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യുന്നൊക്കെ ഉണ്ട്. ശ്യാമയെ കണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് എന്നാൽ രണ്ടാളുടെ ഭാഗത്തും ഇല്ലെന്നുള്ള മറുപടിയാ. അങ്ങനെ തെരച്ചിലെല്ലാം രാത്രിയിലേക്ക് ആയിരിക്കാണ്. ശാരദമ്മ ശാലിനിയെ വിളിക്കുമ്പോ ശാലിനി പറയും ഇല്ലമ്മേ ശ്യാമ കണ്ടെത്തിയിട്ടില്ല, നോക്കാനടുത്തൊക്കെ നോക്കി എവിടെയും കാണുന്നില്ല. ശാരദാമ്മ ആകെ പേടിക്കും. പിന്നെ എന്റെ കുഞ്ഞിതോടെ പോയി, എല്ലായിടത്തും തെരയുന്നുണ്ട്. എന്റെ അമ്മ ടെൻഷൻ അടിക്കണ്ട, അവള് വരും. അന്നൊന്നും ചിന്തിച്ചു കൂട്ടേ വേണ്ട. ശാരദാമ്മ പറയും എന്തെങ്കിലും വിവരം കിട്ടിയാലും അറിയിക്കണേ കുഞ്ഞെ, ഇവിടെ ഇരുന്നിട്ട് ഇരിപ്പുറക്കുന്നില്ല. ശാലിനി പറയും അമ്മ വെക്ക് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ആ കോള് കട്ടയും. ശാരദാമ്മ എന്റെ കുഞ്ഞിന് ആപത്തും വരുത്തരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ശാലിനിയാണെങ്കിൽ ടെൻഷൻ അടിച്ച് അങ്ങ് എത്തിയിട്ടുണ്ട്. ഇതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രി കമലൻ വിഷ്ണുവിനെ വിളിക്കാണ്. വിഷ്ണു ഫോൺ എടുക്കുമ്പോ തന്നെ കമലൻ ചോദിക്കും എന്തൊക്കെയാ ആശാനെ ഞാൻ ഈ കേൾക്കുന്നത്? എടാ ഒന്നും പറയണ്ടല്ലോ. കമലൻ പറയും ആശാനത് ആശാന്റെ വീട്ടിലെ സ്ഥിരം പരിപാടി മാറിയിട്ടുണ്ടല്ലോ. ആരെങ്കിലും ഒക്കെ ആയിട്ട് ദിവസം ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടല്ലോ. ഇതേതെങ്കിലും ജോലിസിനെ കാണേണ്ട ടൈം ആട്ടോ. വിഷ്ണു പറയും ഡാ ഇതിപ്പോ തമാശ പറയേണ്ട സമയമല്ല. എടാ നീയും കൂടെ ഒന്ന് അന്വേഷിക്കേ. പിന്നെ നീ എല്ലാ സ്ഥലത്തും നോക്ക്. നീ നിന്റെ കമ്പനിക്കാരെയും വിളിച്ചു പറ. എല്ലാരും നോക്കട്ടെടാ. കമലനും ദേഷ്യം വരും. ശരി ഞാൻ എന്റെ വഴിക്ക് അന്വേഷണം നടത്താം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം. പിന്നെ അല്ല ആശാനത് എപ്പോഴും ഉണ്ടായത്? എടാ ഞാനും ശ്യാമയും കൂടെ രൂപത്തിനും കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവായിരുന്നു. ആ വഴിക്ക് നിർത്തി പോയതാ. എന്നോട് വണ്ടി നിർത്താൻ പറഞ്ഞപ്പോ ഞാൻ നിർത്തി. അങ്ങനെ പോയ പോക്കാ, പിന്നെ ഒരു വിവരമില്ല. കമലൻ പറയും ആ പോക്കൊരു കുഴപ്പം പിടിച്ച പോക്കാണല്ലോ ആശാനെ. നിങ്ങൾ പോയ സ്ഥലത്ത് എന്തെങ്കിലും കച്ചറ ഉണ്ടായിരുന്നോ? വിഷ്ണു പറയും ചെറിയൊരു കച്ചറ ഉണ്ടായി. കേൾക്കാൻ പാടില്ലാത്തത് അവൾ കേൾക്കുകയും ചെയ്തു. തിരിച്ചു വരുമ്പോ അവൾ അതിന്റെ ഒരു ഹാങ് ഓവറിലായിരുന്നു. കമലൻ പറയും ആശാനെ എന്റെ ചെറിയ അറിവിൽ ഞാനൊരു കാര്യം പറയാം. വിഷ്ണു എന്താ? കമലൻ പറയും നമ്മളെ പോലുള്ള ആണുങ്ങൾ എന്തു സഹിക്കും, എന്ത് പറഞ്ഞാലും പോട പുല്ലെന്ന് പറഞ്ഞ് കളയുകയും ചെയ്യും. എന്നാ പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെയല്ല. അവരത് മനസ്സിൽ കയറ്റി ചിന്തിച്ചു കൂട്ടും. ആ ചിന്തയാണ് ആശാനെ അവരെ കൊണ്ട് ഇങ്ങനെ വല്ലതും ചെയ്യിപ്പിക്കുന്നത്. വിഷ്ണു പറയണ്ടാ നീ അതും ഇതും പറഞ്ഞ് മനുഷ്യന്റെ സ്വസ്ഥത എടുത്തല്ലേ. ഇതിപ്പോ നിന്നോട് പറഞ്ഞത് വലിയ കഷ്ടമായല്ലോ. കമലൻ പറയും ഞാൻ നോക്കാം ആശാനെ, ആശാനെ നോക്കിക്കോ. പിന്നെ ഞാൻ എന്തെങ്കിലും വിവരം കണ്ടെത്താണെങ്കിൽ വിളിക്കുകയും ചെയ്യാം. ആ ശരി എന്ന് പറഞ്ഞ് വിഷ്ണു കോള് കെട്ടയും. കമലൻ മേലേക്ക് നോക്കി നിൽക്കുക. ഇതിപ്പോ എവിടെ പോയി അന്വേഷിക്കാനാ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഇപ്പൊ 3 ആൾക്കാരാണ് ശ്യാമയെ അന്വേഷിച്ച് നടക്കുന്നത്. ഇതേ സമയം സത്യഭാമയുടെ വീട്ടിലാണെങ്കിൽ രാഘവേട്ടൻ നല്ല ടെൻഷനിലാണ്. പിള്ളച്ചേട്ടനോട് വിഷ്ണുവിനെ വിളിക്കാൻ പറയണേ. എന്താന്ന് അറിയണ്ടേ, കണ്ടെത്തിയോ ഇല്ലയോ? അങ്ങനെ പിള്ളച്ചേട്ടൻ വിളിക്കുന്നുണ്ട്. ഭാമ റൂമിലിരുന്നെല്ലാം കേൾക്കുന്നുണ്ട്. ആരോടാ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. രാഘവേട്ടൻ പറയൂ ഇവിടെയാണെങ്കിൽ ഇരുന്നിട്ട് ഒരു ഇരിക്കപ്പുറതിയില്ല. അങ്ങനെ പിള്ളച്ചേട്ടൻ വിളിക്കുമ്പോ ബെല്ലടി കേൾക്കും. ഫോണ് രാഘവേട്ടനെ കൊടുക്കുക. അങ്ങനെ വിഷ്ണു കോൾ അറ്റൻഡ് ചെയ്യാം. എടാ അച്ഛനാടാ ശ്യാമയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? വിഷ്ണു പറയും അച്ഛാ വിവരം കിട്ടിയ ഞാൻ വിളിച്ചറിയിക്കാം. അപ്പൊ വിവരമൊന്നും കിട്ടിയില്ലടാ. അച്ഛാ ഞങ്ങള് പലരോടും പറഞ്ഞിട്ടുണ്ട്, പല വഴിക്കായിട്ട് തിരക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ഞങ്ങൾ അവളെ കണ്ടുപിടിച്ചിരിക്കും. അച്ഛൻ സമാധാനമായിട്ടിരിക്കേ. രാഘവേട്ടൻ പറയും എങ്ങനെ സമാധാനത്തിലിരിക്കാനാടാ, കുടുംബത്തിലൊരു അംഗത്തെ കാണാതെ പോയിരിക്കുന്നത്. ജീവിച്ചിരിപ്പുണ്ടോ അതോ വല്ല കടുംബയും കാണിച്ചോന്നൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെയൊന്നും വരില്ല അച്ഛാ. രാഘവേട്ടൻ പറയും എന്നെങ്ങനെ പറയാനാടാ. എടാ കാലമല്ലാത്ത കാല, മനസ്സിലൊരു ദുർബുദ്ധി തോന്നാൻ സമയം വേണ്ട. നീ സമയം കളയാതെ നോക്ക്. പിന്നെ എന്തെങ്കിലും വിവരം കിട്ടിയ വിളിച്ചറിയിക്കണേ. അതിപ്പോ എത്ര രാത്രിയാണെങ്കിലും കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു വിവരം കിട്ടാതെ എങ്ങനെ ഉറക്കം കിട്ടാനാ? ഞാൻ വിളിച്ചോളാം അച്ഛാ, ടെൻഷൻ അടിക്കില്ലേ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാ. അപ്പൊ ഭാമയും ആ വിളിച്ചോണ്ടിരുന്ന കോള് കട്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കും. ഒന്നും ചോദിക്കുന്നില്ല. വീണ്ടും ആരെയോ വിളിക്കുന്നുണ്ട്. രാഘവേട്ടൻ പറയും ഇതുവല്ലതും ഇവിടെ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഒന്നുമില്ലെങ്കിലും വെച്ചും വിളമ്പിയും ഇവിടെ പണിയെടുത്ത് നടന്നവളെയാ കാണാതായിരിക്കുന്നത്. മരുമകളായിട്ട് കണക്കാക്കണ്ട, വീട്ടിലെ ഒരു ജോലിക്കാരിയായിട്ടെങ്കിലും കണക്കാക്കിയ പോരെ. കണ്ടില്ലേ, വെറുതെ അല്ല ദുരന്തങ്ങളൊക്കെ ഈ വീട്ടിലല്ലേ വന്ന് സംഭവിക്കുന്നത്. ഇതല്ലേ സ്വഭാവം. അതോർക്കുമ്പോ ഭാമയ്ക്ക് അങ്ങ് ദേഷ്യം വരും. അവിടെ എഴുന്നേറ്റിട്ട് പൊന്നിയെ വിളിക്കും. പൊന്നി വരുമ്പോ പറയും പൊന്നി ഭക്ഷണം എടുത്തു വെക്ക്. ഇന്നെന്താന്നറിയില്ല നേരത്തെ വിശക്കുന്നോ, ഭക്ഷണം കഴിച്ചാൽ കിടന്നുറങ്ങാലോ. പപ്പിമോൾ എന്തേ അവളെയും വിളിക്കേ.
അവൾക്കും ഭക്ഷണം കൊടുത്തിട്ട് നേരത്തെ കിടത്തിയവർക്ക് പൊന്നിങ്ങനെ ടെൻഷനോടെ രാഘവേട്ടനെ നോക്കുമ്പോ എടുത്തു കൊടുക്ക് എന്നിങ്ങനെ പറയുമ്പോ അവിടുന്ന് പൊന്നി പോകും. ആര് ചത്താലും വേണ്ടിയില്ല, സ്വന്തം കാര്യം സിന്ദാബാന്ന് പറയുന്ന പോലെയാ ഭാമയുടെ കാര്യം. ഇപ്പൊ ഈ വീട്ടിൽ നടക്കുന്നൊന്നും അവൾക്ക് അറിയാനേ പാടില്ല. കഷ്ടം എന്ന് പറഞ്ഞിങ്ങനെ പിറുവിറുക്കുന്നുണ്ട്. ഭാമയ്ക്കും രാഘവേട്ടനൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഭാമേ, നീ കാണിക്കുന്നതൊക്കെ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാ. ഇവിടുത്തെ ഈ വീട്ടിലെ ഇളയ മരുമകളെയാ കാണാതായിരിക്കുന്നത്. നിനക്കതിലൊന്നും തോന്നില്ലേ? ഭാമ പറയും, എനിക്കെന്ത് തോന്നാനാ, അവൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ അന്വേഷിച്ചു പോയിട്ടുണ്ടല്ലോ, എവിടെയെങ്കിലും പോയി ചാവട്ടെ, എനിക്കെന്ത് ചെയ്തോ? ഭാമേ, ഭാമ പറയും, അവൻ പോയിട്ട് ഞാൻ സഹിച്ചില്ലേ, അതുപോലെ ഇതും അങ്ങ് സഹിക്കും. രാഘവേട്ടൻ പറയും, ഇങ്ങനെയൊക്കെ പറയാനും പെരുമാറാനും നിനക്ക് മാത്രമേ കഴിയൂ, കാരണം ഞങ്ങൾക്കൊക്കെ ഒരല്പം മനസാക്ഷിയുണ്ട്. അപ്പോഴും ഭാമ പറയും, മനസാക്ഷി. രാഘവേട്ടൻ പറയും, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്കാണ് അപകടം വന്നതെന്ന് ഒരു ബോധം ഞങ്ങൾക്കുണ്ട്, നിനക്കില്ലാത്തതും അത് തന്നെ. ഭാമയ്ക്ക് ദേ കാണാതായ അവൾക്ക് പിന്നാലെ നിങ്ങൾക്കും പോണോ? പോണെങ്കിൽ ഇപ്പൊ പോയിക്കൊള്ളണം, അല്ലാതെ ഇവിടെ ഇരുന്ന് ഒരുമാതിരി വാർത്താനം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ എന്താ പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല. രാഘവേട്ടൻ പറയും, കഷ്ടം. അപ്പൊ ഉണ്ടാവും അച്ചച്ചാ എന്ന് വിളിച്ച് പപ്പി വരും. അമ്മ എവിടെ പോയി അച്ചച്ചാ? ഇതുവരെയായിട്ട് ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ, എന്താ അമ്മ വരാത്തത്? രാഘവേട്ടൻ ഭാമയെ നോക്കുമ്പോ ഭാമ തലതാഴ്ത്തും. അങ്ങനെ അച്ചച്ചൻ പറയും, അമ്മ വരും മോളെ, അമ്മയ്ക്ക് ഒരു അപകടവും ഉണ്ടാവില്ല, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അമ്മയ്ക്കൊപ്പം ഉണ്ടല്ലോ. എന്റെ ഭഗവാനെ ദുർബുദ്ധി ഒന്നും തോന്നിപ്പിക്കല്ലേ, ഒരു പോറലും വരാതെ ഇവിടെ എത്തിച്ചേക്കണേ. അപ്പോ ഭാമ പറയും, എത്തിക്കും അങ്ങ് പരലോകത്തേക്ക്, അവൾക്കൊക്കെ ഇതും ഇതിന്റെ അപ്പുറവും വരണം എന്നൊക്കെ ഇങ്ങനെ ദുഷ്ടത്തിയെ പോലെ സംസാരിക്കുകയാണേ. ഭാമ ഇങ്ങനെ പറയുന്നൊക്കെ കേട്ടിട്ട് രാഘവേട്ടൻ നല്ല ദേഷ്യം വരുന്നുണ്ട്. പപ്പി ഉള്ളതുകൊണ്ട് മാത്രം ഒന്നും പറയണില്ല. ഇതേസമയം ശ്യാമയാണെങ്കില് ഒരു കുളക്കടവിലേക്ക് വന്നിരിക്കണേ. വെള്ളത്തിൽ ചാടാനാണ് പ്ലാന്. എല്ലാവരോടും മാപ്പ്, എന്നെ സ്നേഹിക്കുന്ന എന്റെ കുഞ്ഞേച്ചി, എന്നെ കഷ്ടപ്പെട്ട് ഇത്രത്തോളം ആക്കി എന്റെ അമ്മ, എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ശ്യാമ എന്ന പൊട്ടിപ്പെണ്ണ് എന്നേക്കുമായിട്ട് ഒരു പൊട്ടത്തരം കാണിക്കാൻ പോകുന്നു. കുറ്റപ്പെടുത്തായിരിക്കും, പരിഭവം പറയായിരിക്കും, എന്നാലും ഞാനീ ചെയ്യുന്നതിന് എന്റേതായൊരു ന്യായം എനിക്കുണ്ട്. അതിൽ തെറ്റുകാരിയല്ലെന്ന് എനിക്ക് ഉറപ്പു. അതുകൊണ്ട് തന്നെ ഈ ജീവിതം എന്നേക്കുമായിട്ട് ഞാൻ ഈ ക്ഷേത്രകുളത്തിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കുളക്കരയിൽ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഓരോ അടി നടന്നുകൊണ്ടിരിക്കണേ. ഇതേസമയം വിഷ്ണു ശ്യാമയുടെ ഫോട്ടോ കാണിച്ച് അവിടെയുള്ള കടകളിലൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് അവിടുന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് രോഹിത്ത് മദ്യപിച്ച് അങ്ങ് അറ്റത്തെത്തിയിരിക്കുകയാണ് സുസ്മിതയുടെ വീട്ടില്. വെള്ളം കഴിയുമ്പോ, എടാ ജഗദീപേ, വെള്ളം കഴിഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയണേ. അപ്പൊ ജഗദീപ് വന്ന് നോക്കും. രോഹിത് ആണെങ്കിൽ കുടിച്ച ബോധം ഇല്ലാണ്ട് കിടക്കുക. ജഗദീപ് നോക്കി നിന്നിട്ട്, ഇവനെ ഞാൻ ഇന്ന് വല്ല ആറ്റിലും കൊണ്ടുപോയി മുക്കും, നേരം വെളുത്തപ്പോ തുടങ്ങിയ കുടിയാ, നിനക്കിനി ഇവിടെ വെള്ളമില്ല. ജഗദീപേ വെള്ളം. അതിൽ ജഗദീപ് പറയും, ഡാടാ നീ ഇവിടെ കിടന്ന് വെള്ളം എന്ന് വിളിക്കുമ്പോ നിന്റെ കെട്ടിയോളുണ്ട് അവിടെ നിനക്ക് കൊണ്ടുതരാൻ. അപ്പൊ രോഹിത് പറയും, നിന്റെ കെട്ടിയോൾ എവിടെടാ, അവളെ വിളിക്കേ, നിനക്ക് പറ്റില്ലെങ്കിൽ നീ അവളോട് പറ എനിക്ക് വെള്ളം എടുത്ത് തരാൻ. എടാ ഞാൻ ഇവിടുത്തെ ഗസ്റ്റാ, എനിക്ക് ചോദിക്കുമ്പോ കള്ള് തരാനും അതിലൊഴിക്കാൻ വെള്ളം തരാനുമാണ് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ജഗദീപ് പറയും, ഇതിങ്ങനെയൊക്കെ തന്നെയാ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. ലക്ഷണം കണ്ടിട്ട് എന്റെ കൈ കൊണ്ട് ദൈവം തീരുന്നാ തോന്നുന്നത്, വിഷ്ണുവിന്റെ കയ്യിലേക്കൊന്നും പോവൂല. രോഹിത് ആണെങ്കിൽ, ഞാൻ ഗസ്റ്റാണ്, ഗസ്റ്റിനെ നോക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാ എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്ക. നീ ഗസ്റ്റ് അല്ല, ഇങ്ങനെ പോയാൽ പെട്ടെന്ന് നീ ഗോസ്റ്റ് ആവും. ശേഷം ജഗദീപേ, നിനക്ക് ഞാൻ ആരാടെന്നറിയോ? രാജാവാടാ രാജാവ്, കിരീടവും ചെങ്കലും എല്ലാം ഉപേക്ഷിച്ച് രാജാവ്. ജഗദീപ് പറയും, എന്നിട്ട് ആ രാജാവ് വന്ന് കിടക്കുന്നത് വല്ലവന്റെ വീട്ടിലും. നിനക്ക് നാണം ഉണ്ടടാ ഇങ്ങനെ അള്ളി പിടിച്ച് കിടക്കാനായിട്ട്? നിന്നെ കൊണ്ട് അവൾക്ക് ശല്യമില്ല, പക്ഷെ എനിക്ക് നല്ല ശല്യമുണ്ട്. കുറച്ച് നാണവും മാനവും വേണം, ദൈവം സഹായിച്ച് നിനക്കില്ലല്ലോ. എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ഭാര്യയും വേണ്ട, വീടും ഇല്ല കുട്ടിയും ഇല്ല. അപ്പോഴേക്കും സുസ്മിത അങ്ങോട്ട് വരും. ഇതൊന്നും ഇല്ലാതെ എന്തിനാടാ കെട്ടിയോളും കുട്ടികളും? എന്തൊരു അഭിമാനത്തോടെ ഇവൻ ഇത് പറയുന്നത് കേട്ടിട്ട് തന്നെ രോമാഞ്ചം കൊള്ളുന്നു. സുസ്മിത നോക്കുമ്പോഴേക്കും രോഹിത് അതാ കിടക്കുന്ന താഴെ. ഒന്നും ഇല്ലാത്തവനാ എന്നിങ്ങനെ പറയുമ്പോ സുസ്മിത പറയും, രോഹിത്തെ നിനക്കെല്ലാം ഉണ്ടാവും, പക്ഷെ ഞങ്ങൾ പറയണ പോലെ നീ നിക്കണം. സുസ്മിതേ, നീ നിന്റെ ചിറ്റപ്പനും പറയുന്ന പോലെയല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. ജഗദീപ് മനസ്സിൽ വിചാരിക്കും, അത് തന്നെയാണ് പൊട്ട നിന്റെ നാശം. സുസ്മിത പറയും, രോഹിത് നിനക്ക് പ്രതികാരത്തോടെ നിന്നെ അടിച്ച് പുറത്താക്കിയ വീട്ടിലേക്ക് തിരിച്ചു കയറാനുള്ള വകുപ്പൊക്കെ ഞങ്ങൾ ഒപ്പിച്ചു തരാം. രാജാവിനെ പോലെ വീട് ഭരിക്കാനുള്ള അവസരവും. അതിനെ ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടി വരും. ജഗദീപ് വയ്ക്കും, ഇനി ഇവനെ കൊണ്ട് എന്ത് നടത്താനാ സുസ്മിത? കുറെ കുപ്പി വാങ്ങിച്ചു കൊടുത്താലേ അത് കുടിച്ചു തീർക്കാന്നല്ലാതെ ഒരാളടുത്ത് പോലും നേരെ നിന്ന് സംസാരിക്കാനുള്ള ഒരു ത്രാണി പോലും ഇവനില്ല. ഞാൻ വന്നാ മതിയോ എന്തേ? അങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് ചന്ദ്രബോസ് വരുന്നത്. ഒറ്റയ്ക്കല്ല, ഉപേന്ദ്രനെയും കൂട്ടിയിട്ടാ വരുന്നത്. എന്താണ് ഇവിടെ എന്ന് വെച്ച് അകത്തേക്ക് വരും. എന്നിട്ട് പറയും, വിഷ്ണുവിന്റെ മഹാസുദർശന ചക്രത്തെ വിഷ്ണുവിന് പോലും തടുക്കാൻ കഴിയില്ലെന്നൊരു ചൊല്ലുണ്ട്. പക്ഷേ കളക്ടർ ശാലിനിയുടെ വിഷ്ണുവിനെ ഒതുക്കാൻ ശക്തമായ ഒരു പോരാളിയെ ഉപേന്ദ്രനെ ഞാൻ തരിക. ഇവനെ വെച്ച് നമുക്ക് അവനെ ഒതുക്കാം. ഇവനാണ് നമ്മുടെ ഇപ്പോഴത്തെ തുറുപ്പുചീട്ട്. ഉപേന്ദ്രൻ പറയും, എന്റെ സാമ്രാജ്യത്തിൽ കയറിയ അവൻ ഗുണ്ടായുസം കാണിച്ചത്. എന്റെ കഴുത്തിലെ അറക്കവാൾ മുട്ടിച്ച് അവന്റെ കൊരവള്ളി അറക്കാൻ എനിക്കൊരു ഫോൺ കോളിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ അത് വേണ്ട, കർമ്മം ചെയ്യുമ്പോ സ്വന്തം കയ്യിലെ മോതിരവിരലിലെ ദർപ്പമിട്ട് ചെയ്യണം. മനസ്സിലായില്ലേ?
ചന്ദ്രബോസ് പറയും അങ്ങനെ ഉപേന്ദ്രൻ പറയും എന്നെ അടിച്ച അവന്റെ മുഖത്തെ എനിക്ക് തന്നെ എന്റെ കൈകൊണ്ട് തിരിച്ചടിക്കണം, അതിനുള്ളൊരു അവസരം എനിക്ക് ഒരുക്കി തരണം. എന്റെ ചങ്ക് കലക്കിയവന്റെ അടിനാള് നോക്കി എനിക്കൊരു ചവിട്ട് ചവിട്ടണം. അവൻ സർവ്വ ദൈവങ്ങളെ ഓർത്ത് അമ്മേന്ന് വിളിച്ചു പോകുന്ന ചവിട്ട് അതെനിക്ക് ചെയ്യണം. ഇത് കേൾക്കുമ്പോ ജഗദീപ് വിചാരിക്കും, അപ്പൊ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള വരവാണിത്. ഇനി ഇവനും കൂടി വാങ്ങിച്ചു കൊടുക്കണം. അതിനാ ഈ കൂട്ട് കളിക്കുന്നത്. എത്ര കിട്ടിയാലും ഇവനൊന്നും നന്നാവില്ലല്ലോ. സുസ്മിത പറയും, തന്റെ മുന്നിലുള്ള ശത്രുക്കളെല്ലാം ഒരുമിച്ച് മുന്നോട്ട് വരുമ്പോ ഒറ്റയ്ക്ക് നിന്ന് നേരിടുന്നതിനേക്കാൾ നല്ലത് ഒന്നിച്ചു നിന്ന് പോരാടുന്നതാ. തന്റെ ശത്രുക്കളെല്ലാം ഒന്നിച്ച് മുന്നിൽ വരുമ്പോ ഏത് പോരാളിയും ഒന്ന് ഭയക്കും. ആ ഭയം ഒന്നും മതി അവന്റെ മനസ്സ് തകർത്ത് അവനെ പരാജയപ്പെടുത്താൻ. ജഗദീപ് വിചാരിക്കും, അടുത്ത ഇടി വാങ്ങിച്ചു കൂട്ടാനുള്ള സാരോപദേശ ക്ലാസ്സാ ഇത് കേട്ടിട്ട് വേണം രണ്ടെണ്ണന്മാരും കൂടെ കുറച്ച് വാങ്ങിച്ചു കൂട്ടാൻ. ഇവനൊന്നും എത്ര കിട്ടിയാലും മതിയാവുന്നില്ലല്ലോ. അങ്ങനെ സുസ്മിത പറയും, ജഗദീപേ ഒരു കുപ്പി കൂടി കൊണ്ടുവന്ന് വെക്കേ, തന്ത്രങ്ങൾ മെനയുമ്പോ വീര്യം കൂടിയത് നല്ലൊരു വഴികാട്ടിയാ. അങ്ങനെ പറയുമ്പോ ജഗദീപ് എടുക്കാൻ പോകും. ചിറ്റപ്പം വാ ഇരിക്കി എന്ന് പറഞ്ഞ് സുസ്മിത അവിടെ കൊണ്ടുപോയി ഇരുത്തും. രോഹിത് ആണെങ്കിൽ കുടിച്ചെത്തിയിട്ടുണ്ടല്ലോ. അപ്പോഴായിരിക്കും ജഗദീപ് അടുത്ത കുപ്പിയായിട്ട് വരുന്നത്. ഇത് കാണുമ്പോ രോഹിത് പറയും, അപ്പൊ ഇതിവിടെ ഉണ്ടായിരുന്നല്ലേടാ, എന്നിട്ടാണോടാ ഞാൻ ചോദിച്ചപ്പോ തരാണ്ടിരുന്നത്. സുസ്മിതേ ഇവനെന്നെ തീരെ ബഹുമാനമില്ലാട്ടോ, പഴയ അനുസരണൊന്നും ഇല്ല, താട ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് വാങ്ങിക്കുമ്പോ ജഗദീപ് കൊടുക്കൂല. താടങ്ങോട്ട് എന്ന് പറഞ്ഞ് പിടിച്ച് വാങ്ങിക്കണേ, വെള്ളമൊന്നും ചേർക്കാണ്ടേ കുടിക്കുന്നത്, ഇങ്ങോട്ട് താടാ എന്ന് പറഞ്ഞ് ജഗദീപ് അത് വാങ്ങിച്ചുണ്ടോ. അങ്ങനെ ജഗദീപ് അത് അവരുടെ മുന്നിൽ കൊണ്ടുവച്ച് അവിടുന്ന് പോകും. അപ്പൊ ചന്ദ്രബോസ് പറയും, ഇപ്പൊ അവൻ തടിമില്ലിൽ വന്നു, ഇനി അണ്ണാക്ക് കയറി ഇരിക്കും, അതിനു മുമ്പ് തീർക്കണം. ചിറ്റപ്പൻ പറയും, ഈ വരവിന്റെ ഉദ്ദേശവും അത് തന്നെയാ. കുടുംബദൈവങ്ങൾ കൂട്ടു നിൽക്കില്ലായിരിക്കാം, പക്ഷേ എന്നാലും അവന്റെ ഒരു പിടി ബലിച്ചോറ് എനിക്ക് കാക്കയ്ക്ക് കൊടുക്കണം. അപ്പോഴേക്കും രോഹിത് കുടിച്ചാടെ നിലത്ത് കിടന്നിട്ടുണ്ട്. അങ്ങനെ ചന്ദ്രബോസ് പറയും, കൊല്ലുന്നത് നമ്മളാണെങ്കിലും അകത്തു പോകുന്നത് അവനായിരിക്കണം. ജപ്തി നടന്ന സങ്കടത്തിൽ അനിയനെ പോലെ കൊണ്ടു നടന്നവനെ പഞ്ചത്തിൽ വിളിച്ചോണ്ട് പോയി മദ്യത്തിൽ വിഷം ചേർത്ത് കൊന്നൂന്നാക്കണം. അതല്ലെങ്കിൽ പകരം ചോദിക്കാൻ വന്ന വിഷ്ണുവിനെ ഒരു പിച്ചാത്തിപ്പിടിയിൽ തീർത്ത് ഈ പുന്നാരനിയൻ എന്നും ആവാം. എന്തായാലും വിഷ്ണു എന്ന വടവൃക്ഷം അടിപതറി വീഴും എന്നേക്കുമായിട്ട്. എന്ത് വേണമെന്ന് ഉപേന്ദ്രൻ മുതലാളിക്ക് തീരുമാനിക്കാം, എന്നിട്ട് വേണം എനിക്ക് എന്ത് വേണമെന്ന് പറയാം. ഉപേന്ദ്രൻ പറയും, കാശ് എനിക്കൊരു പ്രശ്നമല്ല, അഭിമാനം അതിനേറ്റ മുറിവ് അതെനിക്ക് പരിഹരിച്ചു തരണം. എനിക്ക് പറക്കാതെ പോയ ഉണ്ണിയെന്ന് വിഷ്ണുവിന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു വേദന ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടാ എന്റെ ഇങ്ങോട്ടുള്ള വരവ് തന്നെ. സത്യഭാമ എന്നെ കാന്തം പോലെ ആകർഷിച്ചവളാ. അവളുടെ കുലം മുടിക്കാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമോ? സോറി, അത് ഞങ്ങൾക്ക് പുതിയ അറിവാണല്ലോ. എങ്കിലും പറയാം, എന്തിനും ഞങ്ങൾ തയ്യാറാ അല്ലേടി? സുസ്മിത ചിരിക്കും. പണം ഒഴുക്കാൻ ഉപേന്ദ്രൻ മുതലാളി തയ്യാറാണെങ്കിൽ മുതലാളിയുടെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും ഒഴുക്കി തരാൻ ഞങ്ങളും തയ്യാറാ. ഉപേന്ദ്രൻ പറയും, ഒരു വലിയ യുദ്ധത്തിന് ആയിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോഴേക്കും ജഗദീപ് അങ്ങോട്ട് വരുന്നുണ്ട്. അതെ, മഹാഭാരത യുദ്ധം പോലൊരു യുദ്ധം. ഈ യുദ്ധത്തിൽ വിഷ്ണുവിനെ നേരിടാൻ എനിക്കൊരു പോരാളിയെ വേണമായിരുന്നു. അവന്റെ തലച്ചോറ് ചിന്നിച്ചിതറിക്കാൻ അവനെ വെല്ലുന്നൊരുത്തൻ, മുന്നിൽ നിർത്താൻ ആണായി പിറന്നൊരുത്തൻ. സുസ്മിത പറയും, അവനെ ജയിക്കാൻ പോണ ഒരുത്തനെയാണെങ്കിൽ ഇവൻ പോരാ. കാരണം അവന്റെ ചങ്കുറപ്പും കരളുറപ്പും ഒക്കെ അവന് മാത്രമുള്ളതാ. ഈ ഇരട്ട ചങ്കെന്നൊക്കെ നമ്മൾ കളിയാക്കി പറയുന്ന ഒരു പേരുണ്ടല്ലോ, അത് ചേരുന്നത് അവന് തന്നെയാ. അവനെ ജയിക്കാൻ മേക്കരുത്തും ആയോധനമുറകളൊന്നും നോക്കണ്ട. ചതി, നല്ല ഒന്നാം തരം ചതി, അത് മാത്രമേ വർക്കൗട്ട് ആവൂ. കാരണം അങ്ങനായി പിറന്നവനാ വിഷ്ണു. ശത്രുവാണെങ്കിലും അവന്റെ മഹത്വം വിളമ്പാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയാ, ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ആയുധം കൊണ്ടും അവനെ ജയിക്കാനാവില്ല. ഒളിപ്പോര് അത് മാത്രമേ നടക്കൂ. ഇതെല്ലാം ജഗദീപ് കേൾക്കുന്നുണ്ട്. ഇവരറിയാതെ ഒരെണ്ണം എടുത്ത് അടിക്കുന്നുണ്ട്. ഉപേന്ദ്രൻ പറയും, എനിക്കിതറിയാം സുസ്മിതയെ, അവന്റെ ശൗര്യം നേരിട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. മഹാഭാരത യുദ്ധത്തിൽ വില്ലാളി വീരൻ ഭീഷ്മരെ വീഴ്ത്തിയത് എങ്ങനെയാ, അതുപോലെ എനിക്കൊരു ശിഖണ്ഡിയെ വേണം. എന്റെ തലയ്ക്ക് മുകളിൽ മഹാവിഷ്ണുവിന്റെ ചക്രം പോലെ അറക്കവാളുമായിട്ട് നിന്നവനെതിരെ എനിക്കൊരു ഡമ്മി പോരാളിയെ വേണം. എന്നാലും എനിക്ക് അവൻ പോലും അറിയാതെ പിന്നിൽ നിന്ന് കുത്താൻ പറ്റൂ. അതിനിവൻ തന്നെയാ ബെസ്റ്റ്. വിഷ്ണുവിനെതിരെ ഞാൻ കണ്ടെത്തിയ ശിഖണ്ഡിയും ഇവൻ തന്നെയാ. ചന്ദ്രബോസ് ആണെങ്കിൽ ഇതൊക്കെ കേട്ട് സന്തോഷിക്കാണ് സുസ്മിതയും. ഇതേ സമയം രോഹിത് ആണെങ്കിൽ ഇതൊന്നും കേൾക്കാതെ ബോധം കെട്ട് അവിടെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ട് ജഗദീപും അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശാലിനി തിരികെ കുടുംബശ്രീ വീട്ടിലെത്തിയിരിക്കുക. ശാലിനി ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്. വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോ തന്നെ ശാരദാമ്മ ഓടി വരുന്നുണ്ട്. മോളെ എന്തായി? നീ വന്നപ്പോ ഞാൻ കരുതി ക്ഷാമയുണ്ടെന്ന്. ശാലിനിക്കും അപ്പൊ അവളിവിടെ വന്നിട്ടില്ലല്ലേ? ശാരദാമ്മ പറയും, ഇല്ല. ശാലിനി അവിടെ ഇരുന്നിട്ട് പറയും, നോക്കേണ്ടടുത്തെല്ലാം നോക്കി, പോവാൻ സാധ്യതയുള്ള ശ്യാമയുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലെല്ലാം തിരക്കി, അവിടെ ഒന്നും ചെന്നിട്ടില്ല. നമുക്കിനി എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോണ്ടാവും ശ്യാമ അങ്ങോട്ട് കയറി വരുന്നേ. കൂടെ ശാന്തേച്ചിയും. ശ്യാമ കരഞ്ഞുകൊണ്ടാ നിൽക്കുന്നത്. ശാലിനിയും ശാരദാമ്മയും ശ്യാമ ഇങ്ങനെ നോക്കും. ശ്യാമ ഉണ്ടാകും പകുതി ഇങ്ങനെ നനഞ്ഞു നിൽക്കുന്നു. അമ്മേന്ന് വിളിച്ച് ശ്യാമ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. എന്താടി നീ ഇതുവരെ എവിടെയായിരുന്നു? ഞങ്ങൾ എന്തിനാണ് തീതിയിരിക്കുന്നത്? അപ്പോഴും ശ്യാമ ഇങ്ങനെ പൊട്ടിക്കരയാ. എന്താ ഉണ്ടായെന്ന് പറ. അപ്പോഴും ശ്യാമ ശാരദാമ്മയെ കെട്ടിപ്പിടിച്ച് കരയും.
ശാലിനിക്കും ശാന്തേച്ചി എന്താ ഉണ്ടായത്, ഇവളെ എവിടെ വെച്ചാ കണ്ടത്, എവിടെയായിരുന്നു ഇവൾ ഇത്രയും നേരം? ശാലിനി ക്ഷമയുടെ ഡ്രസ്സ് തൊട്ട് നോക്കും. ഡേ, ഞങ്ങളെ സങ്കടപ്പെടുത്താനുള്ള വഴിയൊക്കെ നോക്കിയല്ലേ? അപ്പോഴും ക്ഷമ കുഞ്ഞേച്ചിന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിക്ക. മോളെ എന്താ ഉണ്ടായത്? കുഞ്ഞേച്ചി, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. വിഷ്ണുവേട്ടൻ എന്റെ ഏട്ടനാണ്, എന്റെ കാണപ്പെട്ട ദൈവം. എന്നിട്ടും എന്നെയും വിഷ്ണുവേട്ടനെയും ചേർത്ത്. അപ്പോഴേക്ക് ശാലിനി വേണ്ട, കൂടുതലൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. അതിവിടെ ക്ഷമേ, നിനക്ക് നിന്നെ അറിയില്ലേ? ശാന്തേച്ചി പറയും, ക്ഷേത്രക്കുളത്തിലേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് ഞാൻ കണ്ടത്. ശാരദാമ്മ ഞെട്ടും. ഈശ്വരൻ എന്നെ ആ വഴിക്ക് പറഞ്ഞു വിട്ടതാ. ശാന്തേച്ചി സംഭവിച്ച കാര്യം പറയണേ. ഇങ്ങനെ ക്ഷേത്രത്തിൽ പോയി തിരികെ ആ വഴി വരുമ്പോഴാണ് ക്ഷേത്രക്കുളത്തിലേക്ക് ഒരാൾ ഇറങ്ങുന്നത് കാണുന്നത്. ആരാ ഈ സമയത്ത് ക്ഷേത്രക്കുളത്തിലേക്ക് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞു നോക്കുമ്പോ ശ്യാമയാണല്ലോ ഇത്. എന്താ ഇവിടെ? ശ്യാമേ എന്താ ഇവിടെ? മോളെ എവിടെ ഇറങ്ങി പോവാ എന്ന് വെച്ച് സ്റ്റെപ്പ് ഇറങ്ങി വരും. ശ്യാമ ശാന്തേച്ചിയെ കാണുമ്പോ ഞെട്ടിപ്പോകും. ഇങ്ങോട്ട് കയറി വന്നേ, എന്തേ കാണിക്കുന്നേ എന്ന് വെച്ച് അടുത്തേക്ക് വരാൻ പറയുമ്പോ ശ്യാമ വരുന്നില്ല. ശാന്തേച്ചി അടുത്ത് പോയിട്ട് എന്താ മോളെ കാണിക്കുന്നത്? ശ്യാമ പറയും, വേണ്ട, എന്നെ രക്ഷിക്കണ്ട, എനിക്ക് മരിക്കണം, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് കരയുമ്പോ ശാന്തേച്ചി പറയും, നീ കരയില്ലേ മോളെ, എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കാം, വാ നമുക്ക് വീട്ടിലേക്ക് പോകാം, കയറി വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും ശ്യാമ പോവാനൊന്നും കൂട്ടാക്കുന്നില്ല. എനിക്ക് മരിക്കണം ശാന്തേച്ചി, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ശാന്തേച്ചിയെ കെട്ടിപ്പിടിക്കും. അങ്ങനെ അവിടുത്തെ സംഭവങ്ങളൊക്കെ ശാന്തേച്ചി ഇങ്ങനെ ഇപ്പൊ അവരോട് പറയണേ. ശാരദാമ്മയും ശാലിനിയും ഇത് കേട്ട് ഞെട്ടിപ്പോവാ. ഈശ്വര എന്ന് പറഞ്ഞ് നെഞ്ഞത്ത് കൈവയ്ക്കും ശാരദാമ്മ. ശാന്തേച്ചി പറയും, ഞാൻ ആ വഴിക്ക് ചെന്നില്ലായിരുന്നെങ്കിലേ ശ്യാമ മോള്. എടി, നീ എന്തൊക്കെയാ മോളെ കാണിക്കുന്നത്? 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിലേ നിങ്ങൾ ആരും ഈ ഭൂമിയിൽ കാണില്ലായിരുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, അത് നീന്തി കടക്കുന്നിടത്താ ജീവിതത്തെ നമ്മൾ തോൽപ്പിച്ചു എന്ന് പറയുന്നത്. ഭീരുക്കളാണ് മോളെ ആത്മഹത്യക്ക് ഒരുങ്ങുന്നത്. ദൈവം തന്ന ആയുസ് എടുക്കാൻ നമുക്ക് അവകാശമില്ല, അത് ഭഗവാന് തന്നെ കൊടുക്കേണ്ടതാ. സമയമാകുമ്പോ അത് നമ്മൾ പോലും അറിയാതെ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും. അതുവരെ അത് ഭദ്രമായി കാത്തു സൂക്ഷിക്കേണ്ട അവകാശം നമുക്കുണ്ട്. ഇനി എന്റെ മോൾ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് നമുക്ക് വാക്കതാ എന്ന് പറയുമ്പോ ശ്യാമ ശാരദാമ്മയെ കെട്ടിപ്പിടിച്ചങ്ങ് പൊട്ടിക്കറിയണേ. എന്താ മോളെ? ശ്യാമ പറയും, എനിക്ക് ആരുമില്ല അമ്മേ, ഭർത്താവില്ല, മക്കളും ഇല്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയമ്മേ, എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അമ്മേ. അതിൽ ശാലിനി, ശ്യാമേ എന്തൊക്കെയാടി നീ പറയുന്നത്? ഇതിനാണോ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതൊക്കെ? ഇതൊക്കെ നീ ചിന്തിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാ. നഷ്ടപ്പെട്ടതൊക്കെ നീയായിട്ട് തിരിച്ചു പിടിക്കാ വേണ്ടത്, അല്ലാതെ ഇതുപോലെ മണ്ടത്തരം കാണിക്കല്ല വേണ്ടത്. നോക്ക്, രോഹിത്തിന്റെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം ഉണ്ടാക്കും. പിന്നെ പപ്പിമോൾ ഇപ്പോഴും നിന്റെ മോള് തന്നെയാ. ഈ സാഹസത്തിനൊരുങ്ങിയപ്പോ നീ എന്താ തോർക്കാഞ്ഞത്? ഞാൻ നിനക്ക് അവളെ അറിഞ്ഞു തന്നതാ, അതുപോലെ നോക്കുന്നു കരുതിയിട്ടാ. എന്നിട്ടിപ്പോ നീ എന്താ കാണിച്ചത്? തന്നിഷ്ടത്തിന് പോയി ചാകാൻ പോയി. എങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് മരിക്കാൻ ഒരുങ്ങിയാൽ അതിന് നേരം കാണോ? അത് നല്ലതുപോലെ മനസ്സിലാക്കിയ ഒരാളാ ഞാൻ. എടി, നമ്മൾ നമ്മുടെ അമ്മയെ കണ്ടല്ലേ പഠിച്ചത്. എന്തൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നാലും ഈ മുഖത്തൊരു വാട്ടം ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല. കാരണം ആ പ്രശ്നത്തെ മറികടക്കണമെന്ന് അമ്മ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ മാർഗമില്ല. അത് മാത്രം ഓർത്താൽ മതി, ഏത് പ്രശ്നവും നല്ല ഈസി ആയിട്ട് നമുക്ക് തരണം ചെയ്യാൻ കഴിയും. ഇതൊരു ജീവിത കളരിയാണ്. ഇതിന് നമ്മൾ ജയിച്ചാൽ ഒരു ശക്തിക്കും പിന്നെ നമ്മളെ തോൽപ്പിക്കാനാവില്ല. ഞാൻ പഠിച്ചത് നമ്മുടെ ഈ അമ്മയിൽ നിന്ന് തന്നെയാ. ശാരദാമൃതേ, ഇനി ഒരിക്കലും എന്റെ മക്കൾക്ക് ഇങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാവരുത്. ഉണ്ടായാൽ നിങ്ങൾക്ക് മുന്നേ പോകുന്നത് ഈ അമ്മയായിരിക്കും. അപ്പൊ ശ്യാമ അങ്ങ് പേടിക്കും. അമ്മേ, ശാലിനിയും സങ്കടത്തിലാവുക. മനസ്സ് തളർന്നൊരു മരണം, അങ്ങനെ ഒരു മരണം ഈ മക്കൾ അമ്മയ്ക്ക് നൽകുവോ? ഇല്ലല്ലോ. ഇല്ലെന്ന് പറഞ്ഞ ശ്യാമ കരയും. ശാരദാമ്മ പറയും, ഒരുപാട് കഷ്ടപ്പെട്ട മക്കളെ നിങ്ങളെ ഇവിടെ വരെ എത്തിച്ചത് അത് ഇതുപോലെ ഒരു പെടുമരണത്തിൽ എത്തിക്കാനല്ല, ജീവിക്കാനായിട്ടാ വളർത്തിയത്. അമ്മയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള ചിന്തകളിൽ പെടരുത്. ഇതെന്റെ ഒരു അപേക്ഷയാ, മനസ്സ് തകർന്നൊരു അപേക്ഷ എന്ന് പറഞ്ഞ് ശ്യാമയ്ക്ക് മുന്നിലെ കൈകൂപ്പി കരയാണ് ശാരദാമ്മ. ഇതെന്റെ മക്കൾ കേൾക്കണം. അതില് ശ്യാമ ആ കൈ പിടിച്ച് ശാരദാമ്മയെ കെട്ടിപ്പിടിക്കും. മറ്റേ തൊള്ളെ ശാലിനിയെയും ചേർത്ത് പിടിക്കുക. അങ്ങനെ അവര് 3 പേരും അങ്ങനെ നിൽക്കും. ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്യാമയെ കിട്ടിയത് അറിയാത്ത ടെൻഷനിലാണ് രാഘവേട്ടൻ ഇപ്പോഴും ഉറക്കൊഴിച്ചിരിക്കുന്നത്. ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോ ബാമ വരും. രാഘവേട്ടൻ ഇങ്ങനെ നിന്ന് ആദ്യ പിടിച്ച് വല്ല അസുഖവും വരുത്തി വെക്കരുത്, പോയവരൊക്കെ പോയി ഞങ്ങൾ വിചാരിക്കും. രാഘവേട്ടൻ ചോദിക്കും, നിന്റെ മനസ്സെന്താ ബാമേ, കല്ലുകൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും അവൾ ഇത്രയും നാള് നിനക്ക് വെച്ച് വിളമ്പി തന്നവളല്ലേ. ബാബ പറയും, അതിനെ അവൾ ഇവിടുന്ന് നല്ലോണം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഞാൻ ആ കണക്കിൽ അങ്ങ് പെടുത്തിക്കോളാം. രാഘവേട്ടൻ പറയും, ഛേ കഷ്ടം, ഇത്രയ്ക്ക് അങ്ങ് അത്തം പതിക്കാൻ പാടില്ല ബാമേ, നീ ഒരു സ്ത്രീയല്ലേ എന്നൊക്കെ പറയുമ്പോ ബാമ ഇങ്ങനെ രാഘവൻ നേരെ നോക്കി നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്